കൊല്ലം റവന്യൂ ജില്ലാ കലോത്സവം കൊട്ടാരക്കരയിൽ അരങ്ങേറുകയാണ്. 14 സ്റ്റേജുകളിലായി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൊട്ടാരക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നിൽക്കുന്നത്. ഇവിടെ കലോത്സവത്തിലൂടെ വളർന്നു വന്ന ഒരു കലാകാരി, ഗായിക നമ്മൾ പരിചയപ്പെടുത്തിയാണ് മാളവിക. സ്വാഗതം. പിന്നെ കലോത്സവത്തിലൂടെയാണ് മാളവിക കടന്നു വന്നത്, ഗായികയായത്. ഇപ്പോൾ ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യുന്നു. ഇപ്പോ പഴയ കലോത്സവ വേദിയിലേക്ക് നമ്മൾ കടന്നുപോയാൽ എന്തായിരിക്കും? അതെ, ഒരു 8 വർഷത്തിന് ശേഷമാണ് പിന്നെയും കലോത്സവത്തിലേക്ക് ഞാൻ വരുന്നത്. 2016 ഏറ്റവും ലാസ്റ്റ് ഞാൻ സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു എന്റെ സ്കൂള്, +1 +2. അപ്പൊ അതേ സ്കൂളിൽ വീണ്ടും ഇപ്പൊ റവന്യൂ കലോത്സവം നടക്കുമ്പോൾ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. പഴയ മെമ്മറീസ് ഒക്കെയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതെ അതെ. ഏതൊക്കെ ഐറ്റത്തിനായിരുന്നു അന്ന് കലോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്? ഞാൻ പ്രധാനമായിട്ട് ലളിതഗാനം, ഗസൽ, ശാസ്ത്രീയ സംഗീതം, മോണോ ആക്ട്, അങ്ങനെയുള്ള ഐറ്റത്തിനാണ് സ്റ്റേറ്റിലൊക്കെ പോയിട്ടുള്ളത്. മോണോ ആക്ട്, അതെ 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 അതെ. സംഗീതത്തിനോടൊപ്പം തന്നെ അഭിനയവും എല്ലാം. ഇപ്പം പ്രൊഫഷൻ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? ഞാനിപ്പോ മെഡിസിൻ കഴിഞ്ഞു, ജസ്റ്റ് കഴിഞ്ഞേ ഉള്ളൂ. ഇപ്പൊ മ്യൂസിക് തെറാപ്പിയുടെ ഒരു കോഴ്സ് ചെയ്യുക. ഇപ്പൊ പ്രോഗ്രാംസുകളൊക്കെ എങ്ങനെയാണ്? ചെയ്യുന്നുണ്ട്, സ്റ്റേജ് ഷോസ് ചെയ്യുന്നുണ്ട്, ബാൻഡ് ഉണ്ട്, മാജിക് ഷോസ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അതെ അതെ, മാജിക് ഒക്കെ ഉണ്ടല്ലോ, പണ്ട് നമ്മൾ മാജിക് വിട്ടിട്ടില്ല, ഒന്നും ഇല്ല, ഒന്നും വിട്ടിട്ടില്ല. കലോത്സവവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനങ്ങളും ഇതുവരെ വിട്ടിട്ടില്ല, അതെല്ലാം തുടർന്നുകൊണ്ടേ ഇരിക്കും. അതെ. പിന്നെ മ്യൂസിക് പഠിക്കുന്നുണ്ടോ? എങ്ങനെ? മ്യൂസിക് പഠിക്കുന്നുണ്ട്. ഞാനിപ്പോ ഓമനക്കുടി ടീച്ചറിനടുത്താണ് പഠിക്കുന്നത്. സംഗീത ഭൂഷണത്തിൽ ഒരു കോഴ്സ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്, പാരലി എല്ലാം ചെയ്യുന്നുണ്ട്. മ്യൂസിക്കിന് വളരെ ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കുന്നുണ്ട്. ഇനി ഇപ്പോ ഫ്യൂച്ചറിലേക്കുള്ള പരിപാടികളൊക്കെ? ഫ്യൂച്ചറില് മെഡിസിൻ കഴിഞ്ഞു, ഡോക്ടറായി, അതൊരു ആഗ്രഹമായിരുന്നു, അത് കഴിഞ്ഞു. ഇനി ഞാൻ മ്യൂസിക്കിലേക്ക് തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അതാണ് ഞാൻ മ്യൂസിക് തെറാപ്പി ആയിട്ട് ചെയ്യുന്നത്. കലോത്സവത്തിന്റെ ഫസ്റ്റ് ദിവസം തന്നെ കലോത്സവത്തിലൂടെ വളർന്നു വന്ന ഒരു ഗായികയെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞത് മാളവിക, ഡോക്ടർ മാളവികയെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നന്ദി.